പുരുഷന്മാരും കൂടെ വോട്ട് ചെയ്തിട്ടാണ് സതീശൻ ഇന്ന് ഭരിക്കുന്നത്, കോൺഗ്രസിൽ ജയിച്ചു വന്നത്. സ്ത്രീകൾ മാത്രമല്ല. നഷ്ടം എന്തായാലും നഷ്ടം തന്നെയാണ്. ദിവസം എത്ര കോടി രൂപ KSRTCക്ക് വന്നു ചേരേണ്ടുന്നതാണ്. ഇവിടെ തെറ്റുപറ്റിയത് നിങ്ങൾ കൊടുത്തോളൂ, പക്ഷെ അർഹതപ്പെട്ട സ്ത്രീകൾക്ക് വേണം കൊടുക്കേണ്ടത്, സ്ത്രീകളെ. അപ്പം ഇവിടെ ചെയ്യേണ്ടുന്നത് ഈ ബസ്സിൽ, പ്രിയദർശിനി എന്നുള്ള ബസ്സിൽ കയറേണ്ടുന്ന സ്ത്രീകൾ ആരൊക്കെയാണ്, അത് വേണമായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് അസുഖക്കാരായവരെ വേണമായിരുന്നു, ക്യാൻസർ രോഗികളെ വേണമായിരുന്നു, വേറെ തുണയില്ലാത്തവരായിരിക്കണം, അല്ല അവർക്ക് യാതൊരു വരുമാനവും ഇല്ലാത്തവരായിരിക്കണം. നിസ്സാരമായ കുറച്ച് പെൻഷൻ കിട്ടിയതുകൊണ്ട്, വെറും പെൻഷൻ കൊണ്ട് ഒരു മാസം തള്ളി നീക്കുന്ന എത്രയോ കുടുംബത്തെ, എത്രയോ അച്ഛനും അമ്മയും ഉണ്ടെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയൂ? എനിക്കറിയാവുന്നതാണ്. കാര്യം ഞാനേ ഒരു സ്വാമിയാണ് എങ്കിൽ തന്നെയും ഞാൻ സ്വാമിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ ജനങ്ങൾ അങ്ങനെ വിളിക്കുന്നു, ശരി, സമ്മതിച്ചു. പക്ഷേ ഞാനൊരു സ്വാമിയാണെങ്കിൽ ഞാനൊരു കുടുംബസ്ഥനും കൂടാണ്. അതുകൊണ്ട് എനിക്ക് വേദന മനസ്സിലാവും. ഞാൻ കുടുംബസ്ഥമെല്ലാം കളഞ്ഞിട്ട് ഞാൻ സ്വാമിയായി സന്യസിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. കുടുംബ വേദന എന്താണ്, കുടുംബ പ്രശ്നം എന്താണ്, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഈ നാടിന്റെ പ്രശ്നങ്ങൾ എന്താണ്, മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ അറിയാനും കൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയും. അപ്പം ചിലർക്ക് അത് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ആ കുരുപൊട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുക. ഞാൻ പറയേണ്ടത് കറക്റ്റായിട്ട് പറയും. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കാണുന്ന വേദന വളരെ വളരെ വലുതാണ്. കാരണം ഈ പ്രൈവറ്റ് ബസ്സിലെ ആൾക്കാര് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പം അവരെ കുറ്റം പറയുകയും കുറ്റപ്പെടുത്തുകയും അവര് ബസ് സ്പീഡിൽ ഓടിക്കുന്നു, അവർക്ക് ഇച്ചിരി അഹങ്കാരം കുറഞ്ഞു, ഇതൊക്കെ അത് അങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട സത്യങ്ങളാണ് ഈ പറയുന്നത്. അതും പറയരുത്. കാരണം ഇവിടെ എന്തുകൊണ്ട് സർക്കാർ തീരുമാനിക്കണം. 1 മിനിറ്റാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ 1 മിനിറ്റ് കൊണ്ട് ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് നടക്കുന്ന ഈ മോശമായ റോഡിൽ കൂടെ അവരെങ്ങനെ ഈ 1 മിനിറ്റ് കവർ ചെയ്യും? അവര് മനുഷ്യരല്ലേ, അവർക്കൊരു കുടുംബമില്ലേ? 4 പേര് ജീവനക്കാരുണ്ട്. 4 കുടുംബം പുലർന്നുകൊണ്ടിരുന്ന ഒരു ബസ് ഇന്നത് ചിരിഞ്ഞ് 3 പിന്നെ അത് 2. ഇപ്പൊ അവർക്ക് ഒരു തിരിച്ചടി ആയിരിക്കുകയാണ്. ഒരു വലിയ കഷ്ടമല്ലേ അത്? അവർക്കും ജീവിക്കണ്ടേ? അവർക്കും ജീവിക്കണ്ടേ? നിങ്ങൾ ശരിക്കും പറയാൻ നിങ്ങൾക്ക് സ്ഥാനം കിട്ടി, കോൺഗ്രസിന് സീറ്റ് കിട്ടി, ഉറപ്പാണ്. നിങ്ങൾക്ക് ഭരണം കിട്ടി, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല ഒരുപാട് പാവങ്ങളുടെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇനി നിങ്ങളുടെ ഇനി ഇലക്ഷൻ കമ്മീഷന്റെ ശക്തമായിട്ട് ഞാൻ പറയാണ്, വാഗ്ദാനങ്ങൾ നടത്തുന്ന അവിടെ ഇലക്ഷൻ ഇത് ചെയ്യുമ്പോൾ അവിടെ സത്യവാങ്മൂലം വാങ്ങുമ്പോൾ അവരുടെ കാര്യങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇത് ഗൗരവമായി എടുക്കണം. കേന്ദ്ര സർക്കാർ ഗൗരവമായിട്ട് എടുക്കണം. സുപ്രീം കോടതി ഗൗരവമായിട്ട് എടുക്കണം. രാജ്യത്തിന്റെ പതനമാണ് ഇതിൽ കൂടെ കാണുന്നത്. കേരളത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കേരളം വലിയൊരു സംഭവങ്ങളൊന്നും അല്ല. കേരളം ഇങ്ങനെ പോകുന്നു, കുറെ ലോട്ടറിയും കുറെ മദ്യമുള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ബസ് ജീവനക്കാരെ ഇങ്ങനെ ഈ രീതിയിലായപ്പോൾ ആ പ്രൈവറ്റ് ബസ്സിൽ ഞാൻ ഇതിനെ നേരിൽ കണ്ട സത്യങ്ങളായണ്ട എനിക്ക് എന്നെ വേദനിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ല വെറുതെ അല്ല. അവരെ കുറ്റവും കുറവും പറയുന്നവർ ചിന്തിക്കണം. അവർക്ക് 1 മിനിറ്റാണുള്ളൂ, അവർക്ക് ഓടി എത്തിയേ പറ്റൂ. ശരി തന്നെയാണ്, ശരി, അവർ ബസ്സിലടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, ശരി തന്നെയാണ്. എന്ന് വെച്ചാൽ അവർക്കും അവരുടെ വീട്ടിലും അച്ഛനുണ്ട്, സുഖമില്ലാത്ത അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അല്ലേ? അപ്പം ഭാര്യ, അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, അവരൊക്കെ അസുഖക്കാരൊക്കെ ആയിരിക്കും. കൊച്ചുങ്ങൾ പഠിക്കുന്നവരുണ്ടാവും. അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു പ്രാർത്ഥന, ഒരു ലക്ഷ്യമുണ്ട്. അവരുടെയും കുട്ടികൾ വളർന്നു വരികയാണ്, അവരെയും വിവാഹം കഴിച്ച് അയപ്പിക്കണം, അവർക്ക് ജോലി സമ്പാദിച്ചു കൊടുക്കണം. ഇവർ ഈ കഷ്ടപ്പെടുമ്പോഴേ അതെല്ലാം ഉണ്ടാവുന്നുള്ളൂ. ഇന്നിപ്പോ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്, വളരെ വലിയ ദയനീയമാണ്. അതൊരു കഷ്ടമാണ്. അങ്ങനെ ചെയ്യരുത്. സതീശനോട് ഞാൻ പറയാണ്, മുഖ്യമന്ത്രി സതീശനോട് ഞാൻ പറയാണ്, താങ്കൾക്ക് ഭരണം കിട്ടി, താങ്കൾ ഒരു മുഖ്യമന്ത്രിയായി. പക്ഷെ താങ്കൾ ഇതിനെ അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഇതിന് തീർപ്പുണ്ടാക്കണം. സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അർഹതപ്പെട്ടവർക്ക് അത് കൊടുത്തോളൂ, പ്രശ്നമില്ല. പക്ഷെ പ്രൈവറ്റ് ബസ് ജീവനക്കാരെ ഈ മാതിരി ക്രൂരത കാണിച്ച് അവരെ വേദനിപ്പിക്കാൻ പാടില്ല. ആ ശാപം താങ്കൾ എവിടെ കൊണ്ട് കളയും, അല്ലേ? താങ്കൾ ചിന്തിക്കണം. ഞാൻ പല വീഡിയോകളും താങ്കളെ കുറിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിനകത്തൊക്കെ ഞാൻ നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം എന്റെ വേദനയാണ് ഞാൻ ഈ പറയാൻ വന്നിരിക്കുന്നത്, എന്റെ പ്രയാസമാണ്. ഞാനൊരു മനുഷ്യനാണ്.